വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി. ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഓരോ നാടിനും ഓരോ വിശ്വാസം ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് നാടുകളിൽ ജനിച്ച് വളർന്ന് ഒന്നിച്ചു ചേർന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവരുടെ വ്യത്യസ്തമായ നാടുകളുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങൾ കൂടെയാണ് ഒന്നിച്ചു വരുന്നത്. അപ്പോൾ ഈ വിശ്വാസങ്ങൾ പരസ്പരം മാനിക്കുവാനും പരിഗണിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു തവണ എൻ്റെ തന്നെ കുടുംബത്തിൽ കല്യാണം കഴിഞ്ഞ് ഏതാനും മാസങ്ങളായ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടായത്. ഒരു ദിവസം ഭർത്താവ് രാവിലെ ഒരു പുതിയ ജോലിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻറ്റ്സും സർട്ടിഫിക്കറ്റ്സും എല്ലാം കൂടെ എടുത്ത് പുറത്തോട്ട് അങ്ങ് പോകുന്ന സമയത്ത് മുറ്റത്തിറങ്ങി മുറ്റത്തിൻ്റെ അപ്പുറത്തെത്തുന്ന സമയത്ത് പുറകിൽ നിന്ന് ഭാര്യ അങ്ങ് വിളിച്ചു. അതെ, പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഭാര്യ പുറകിൽ നിന്നങ്ങ് വിളിച്ചപ്പോഴേക്കും ആ മനുഷ്യൻ അപ്പുറത്തുനിന്ന് ഒരുപാട് തെറി പറയാൻ തുടങ്ങി. എടി, നീ എന്താടി വിചാരിച്ചത്? എൻ്റെ ഈ ജോലിയും കളഞ്ഞ് നിനക്ക് എന്നതാടി വേണ്ടത്? എൻ്റെ ജോലി കളഞ്ഞ് നീ എന്തിനാടി എരണം കെട്ടവളെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം തെറി പറയാൻ തുടങ്ങുക. അപ്പോൾ സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഭർത്താവിനുണ്ടായിരുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യാത്ര പോകുന്ന സമയത്ത് പുറകിൽ നിന്ന് വിളിക്കാൻ പാടില്ല എന്നതായിരുന്നു. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഈ ഭാര്യ പുറകിൽ നിന്ന് വിളിച്ച സമയത്ത് ആ ഭർത്താവിന് ദേഷ്യം വരികയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷനിൽ ഒരു ഭാര്യയും ഭർത്താവും ഇതുപോലെ തന്നെ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ മറ്റൊരു തരത്തിൽ ഏറ്റുമുട്ടി. അതായത് ഒരു ഭാര്യ കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 3-4 ആഴ്ച കഴിഞ്ഞത് മുതൽ ഒരു വീട്ടിലെ മരുമകൾ, അതായത് ഒരുത്തൻ്റെ ഭാര്യ, വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഏതെങ്കിലും മരത്തിൽ എന്തെങ്കിലും പക്ഷി ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി ആട്ടിക്കളയും, അതിനെ പറത്തിക്കളയും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു 3-4 തവണ ഇത് കണ്ട സമയത്ത് ആ ഭർത്താവിൻ്റെ വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും കൂടെ ചോദിച്ചു, മോളെ നീ എന്നതായി ചെയ്യുന്നത്? നീ എന്താ ചെയ്യുന്നത്? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഇതിനെ ആട്ടിക്കളഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോകും, എന്തെങ്കിലുമൊക്കെ അത്യാഹിതങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇവിടെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വിശ്വാസങ്ങൾ, പ്രാദേശികമായ വിശ്വാസങ്ങളുള്ളവരാണ് ഭാര്യയും ഭർത്താവും ഒക്കെ തന്നെ. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭാര്യയ്ക്ക് അങ്ങനെയുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തെ ഭർത്താവ് ബഹുമാനിക്കുക, ഉൾക്കൊള്ളുക എന്നതാണ്. ഭർത്താവിനുണ്ടെങ്കിൽ ഭാര്യ അതിനെ ഉൾക്കൊള്ളുക എന്നതാണ്. പുറകിൽ നിന്ന് വിളിച്ചാൽ പ്രശ്നമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ പുറകിൽ നിന്ന് വിളിച്ചാലും അല്ലെങ്കിൽ പുറത്ത് ഒരു പക്ഷി ഇരുന്നാലും അതുകൊണ്ടൊന്നും ജീവിതത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു വിശ്വാസം ഭർത്താവിനുള്ള കാലത്തോളം ആ വിശ്വാസത്തെ ബഹുമാനിക്കേണ്ടതും അതിനെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി പെരുമാറേണ്ടതും ഒരു ഭാര്യയുടെ അല്ലെങ്കിൽ ഒരു ഭർത്താവിൻ്റെ കടമയാണ്. സ്നേഹപൂർവ്വം മറ്റേതെങ്കിലുമൊക്കെ സമയങ്ങളിൽ അതിന് തിരുത്തി കൊടുക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ തിരുത്തി കൊടുക്കുന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കാം. പക്ഷെ ഒരിക്കലും ഇതിനെ കുറ്റം പറഞ്ഞ് അതൊരു പ്രശ്നമാണ്, എടി നിൻ്റെ ആ ഒരു സംസ്കാരം ശരിയില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന വിഷയത്തിൽ ആരും മുന്നോട്ട് വരരുത്. അപ്പോൾ ഇങ്ങനെ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട്, വിശ്വാസങ്ങളെ ബഹുമാനിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഒരു വീട്ടിൽ ഒരു തവണ നടന്ന സംഭവം, ഭർത്താവ് വളരെ അതിരാവിലെ തന്നെ പെട്ടെന്നൊരു സ്ഥലത്തെത്താൻ വേണ്ടി കാർ ഓടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് അങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കൂടെ ഭാര്യ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് കറുത്ത ഒരു പൂച്ച ആ കാറിനെ ക്രോസ് ചെയ്ത് അങ്ങ് പോയത്. കറുത്ത പൂച്ച വളരെ പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോയതുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇന്ന് നമുക്കിനി യാത്ര വേണ്ട, എന്തെങ്കിലുമൊക്കെ അത്യാഹിതങ്ങൾ ഉണ്ടാവും. ഇത് പറഞ്ഞപ്പോൾ ഭാര്യ കളിയാക്കാൻ തുടങ്ങി, എന്നതാ മനുഷ്യ നിങ്ങളീ പറയുന്നത്? നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? കറുത്ത പൂച്ച പോയതുകൊണ്ട് എന്താ പ്രശ്നം? നേരത്തെ സൂചിപ്പിച്ചതുപോലെ കറുത്ത പൂച്ച പോയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. സാധാരണ തമാശക്ക് പറയാറുണ്ട്, വളരെ സ്പീഡിൽ പോകുന്ന ഒരു കാറിൻ്റെ മുമ്പിലൂടെ ഞാൻ അതിരാവിലെ വളരെ വേഗതയിൽ പോകുമ്പോൾ ഒരു കറുത്ത പൂച്ച ക്രോസ് ചെയ്ത് പോയാലും അവിടെ ഒരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ, ആ പൂച്ചയ്ക്ക് എന്നെക്കാളും അല്പം കൂടെ അർജൻറ്റ് ഉണ്ടായിരുന്നു. അത്രമാത്രമേ അതിന് അർത്ഥം കാണേണ്ടതുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് അത്യാഹിതങ്ങളൊന്നും വരാനുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തെ ഭാര്യ കളിയാക്കരുത്, അതിനെ ചോദ്യം ചെയ്യരുത്. ഭാര്യയ്ക്ക് ഇത്തരത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തെ കളിയാക്കരുത്, അതിനെ ചോദ്യം ചെയ്യരുത്. അത് രണ്ടുപേരും വ്യത്യസ്തമായ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളെയും വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാകുന്നത്. അത് സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി വി.